ഹായ് അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ചപ്പീസ് കിച്ചൻ. ഇന്ന് ഞാനൊരു ബീട്രൂട്ട് പച്ചടി ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു വീഡിയോ എടുത്തിട്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാമെന്ന്. ഞാനൊരു ബീട്രൂട്ടാണ് എടുത്തിട്ടുള്ളത്. അത്യാവശ്യം വലിപ്പമുള്ളത് തന്നെയാണ് എടുത്തത്. എന്നിട്ട് ഇതാ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഞാനിതാ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഈ പാത്രത്തിലോട്ട് ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. ഇതാ ഞാൻ ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കിത് വേവിച്ചെടുക്കുക. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് ഞാൻ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് എന്നിട്ട് ലാസ്റ്റ് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഉപ്പ് ചേർത്ത് മിക്സ് ആക്കിയിട്ട് ഞാനിത് അടുപ്പത്തേക്ക് വെക്കുകയാണ്. അത് വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്കതിൻ്റെ അരപ്പൊന്ന് റെഡിയാക്കി എടുക്കണം. ഞാനിതാ ഒരു തേങ്ങൻ്റെ പകുതി തേങ്ങ എടുത്തിട്ട് ഞാനിതാ അരച്ചെടുക്കുകയാണ്. ഞാൻ ഈ മിക്സിയുടെ ജാറിലിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു കഷ്ണം ഇഞ്ചിയാണ്. ഇഞ്ചി ചെറുതാക്കിയിട്ട് തന്നെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചെറുതാക്കി ഇട്ട് കൊടുക്കുക, എന്നാലാണ് നന്നായിട്ട് അരഞ്ഞ് കിട്ടും. ഇനി ഇത് 2 പച്ചമുളകും കൂടി കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിന് ശേഷം ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് 2 തണ്ട് കറിവേപ്പിലയാണ്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ചെറിയ ജീരകയില്ലേ, അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് അരച്ചെടുക്കാം. അപ്പോൾ ഇതാ ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അതവിടെ മാറ്റി വെക്കാം. ഇനി ഇതാ ബീട്രൂട്ട് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനിതാ ഈ അരപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഈ ബീട്രൂട്ട് പച്ചടി പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഈ അരപ്പ് ഫുള്ള് ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കുകയാണ്. ഇതിലെ വെള്ളമൊക്കെ വറ്റി വരുന്നത് വരെ നമുക്കൊരു 2-3 മിനിറ്റ് ഇത് ഒന്ന് ഇതിലിട്ടിട്ടൊന്ന് കുറുക്കിയെടുക്കുക. ഇതിൻ്റെ തേങ്ങയിലുള്ള വെള്ളമൊക്കെ വറ്റി നല്ല ഡ്രൈ ആയിട്ട് വരട്ടെ. അപ്പോൾ വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ബീട്രൂട്ടൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഞാൻ 1 കപ്പ് തൈരാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഞാനൊരു സ്പൂൺ കൊണ്ട് ഇത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുകയാണ്. ഇങ്ങനെ നന്നായിട്ട് ഉടച്ചെടുത്തിട്ട് വേണം അതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. ബീട്രൂട്ടൊക്കെ വെന്തിട്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് തൈര് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ആ ചൂടിൽ തന്നെ ഈ തൈര് ഒഴിച്ച് കൊടുക്കുകയാണ്. ഒരു 2-3 മിനിറ്റ് 2 മിനിറ്റ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോഴത്തേക്കിനെ ഞാൻ തൈര് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ആ ചൂടിൽ തന്നെയാണ് തൈര് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇത് തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ തൈര് ഒഴിച്ചതിന് ശേഷം ഇത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട്. എന്നിട്ട് ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കുക. കുറവാണെന്നുണ്ടെങ്കിൽ ഉപ്പിട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാനൊരു ഒന്ന് വറുത്തിട്ട് ഒഴിച്ച് കൊടുക്കുകയാണ്. ഞാൻ കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് കുറച്ച് കടുക് ചേർത്തിട്ടുണ്ട്. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് ഞാൻ 2 വറ്റൽമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഈ ബീട്രൂട്ട് പച്ചടിയിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് മിക്സ് ആക്കുക. ഇത്രേ പണിയുള്ളൂ, പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റൂ. അപ്പോൾ എൻ്റെ ബീട്രൂട്ട് പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്, വെറുതെ പറയുന്നതല്ലേ.
നമുക്ക് ചോറിൻ്റെ ഒക്കെ കഴിക്കാൻ കിടിലൻ ടേസ്റ്റാണ്. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് കൂടെയുള്ള ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഓൾ എന്ന ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യുക. അന്നേരം ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുന്നതാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് വീണ്ടും ഒരു നല്ല വീഡിയോ ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും.